നേഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ ആരോപണം നേരിടുന്ന 3 വിദ്യാർത്ഥിനികളെ കസ്റ്റഡിയിലെടുത്ത പോലീസ്. മരണപ്പെട്ട തിരുവനന്തപുരം സ്വദേശി അമ്മു യേസുജീവിന്റെ ചുട്ടിപ്പാറ SME നഴ്സിംഗ് കോളേജിലെ സഹപാഠികളാണ് പോലീസ് കസ്റ്റഡിയിലായത്. വിദ്യാർത്ഥിനികൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താനാണ് സാധ്യത. ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടി ഈ മാസം 15-നാണ് അമ്മു ജീവനൊടുക്കിയത്. തിരുവനന്തപുരം ഐരൂപ്പാറ സ്വദേശികളായ സജീവിന്റെ ഭ്രാതാമണിയുടെ മകളാണ് അമ്മു. സഹപാഠികളിൽ നിന്നുണ്ടായ മാനസിക പീഡനമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് ബന്ധുക്കൾ ആദ്യം മുതൽ ആരോപിക്കുന്നത്. പ്രശ്നങ്ങൾ സംബന്ധിച്ച് കൃത്യമായ പരാതി നൽകിയെങ്കിലും കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും ആവശ്യമുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്നില്ല എന്ന് കുടുംബം ആരോപിക്കുന്നു. അമ്മു കെട്ടിടത്തിൽ നിന്ന് ചാടിയെന്ന് 4:30-യോടെ ക്ലാസ് ടീച്ചറെ വിളിച്ചറിയിച്ചെന്നാണ് കോളേജിൽ നിന്നും പറഞ്ഞതെന്ന് കുടുംബം പറയുന്നു. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ അമ്മുവിനെ എത്തിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് 5:15-നാണ്. 2.5 കിലോമീറ്റർ ദൂരമാണ് ജനറൽ ആശുപത്രി വരെയുള്ളത്. എന്നിട്ടും ആശുപത്രിയിലെത്തിക്കാൻ അരമണിക്കൂറിലധികം എടുത്തു എന്നത് ദുരൂഹമാണെന്നും കുടുംബത്തിന്റെ ആരോപണം. 1.5 മണിക്കൂറോളം ജനറൽ ആശുപത്രിയിൽ കിടത്തിയ ശേഷം സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ 108 ആംബുലൻസിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചെന്നും പറയുന്നു. എന്തുകൊണ്ടാണ് ഇത് വൈകിയതെന്ന് അന്വേഷിക്കണമെന്നും മാതാപിതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. അമ്മുവിന് സഹപാഠികളായ 3 പേരിൽ നിന്നും കടുത്ത മാനസിക പീഡനം ഏൽക്കേണ്ടി വന്നുവെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. ക്ലാസ്സിലും ഹോസ്റ്റലിലും നിരന്തരം ഈ വിദ്യാർത്ഥിനികൾ പ്രശ്നങ്ങളുണ്ടാക്കി. ടൂർ കോർഡിനേറ്ററായി അമ്മുവിനെ ചുമതലപ്പെടുത്തിയതും ഇവർ എതിർത്തു. ഇത് ചൂണ്ടിക്കാട്ടി അമ്മുവിന്റെ മരണത്തിൽ കുടുംബം ദുരൂഹത ആരോപിക്കുകയാണ്. 3 വിദ്യാർത്ഥിനികളും അമ്മുവുമായി പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്ന് കഴിഞ്ഞ ദിവസം അധ്യാപകർ പോലീസിന് മൊഴി നൽകിയിരുന്നു. വിദ്യാർത്ഥിനികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായിരുന്നുവെന്നും എന്നാൽ ഇത് കോളേജിനുള്ളിൽ തന്നെ പരിഹരിച്ചിരുന്നു എന്നുമാണ് അമ്മുവിന്റെ ക്ലാസ് ടീച്ചർ പോലീസിനോട് പറഞ്ഞത്. ലോഗോ ബുക്ക് കാണാതായതും ടൂർ കോർഡിനേറ്ററായി അമ്മുവിനെ തിരഞ്ഞെടുത്തതും വിദ്യാർത്ഥിനികൾ തമ്മിലുള്ള തർക്കം രൂക്ഷമാക്കിയതായി കോളേജ് പ്രിൻസിപ്പലും മൊഴി നൽകിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.